ഗുഡ് മോർണിംഗ് ഓൾ. കർവ് സർവേയിങ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് കർവ് സർവേയിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two straight lines T1i and T2i intersect at chain edge 375 plus tau. The angle of deflection being 110 degree. Calculate the chain edge of the tangent points of a right-handed circular curve of 400 meter radius if 20 meter chain was used. Okay. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? രണ്ട് സ്ട്രേറ്റ് ലൈൻസ് T1i ആൻഡ് T2i. ഓക്കെ, രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ചെയിനേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 375 പ്ലസ് ടോ. ഓക്കെ, ചെയിനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയിൻ സർവേ പഠിച്ചപ്പോൾ പറഞ്ഞതാണല്ലേ. ഇപ്പൊ ചെയിൻ യൂസ് ചെയ്താണ് നമ്മൾ ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ചെയിനേജ് എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ചെയിനേജ് വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ നോക്കാം. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? 375 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ലെങ്ത് ഉള്ള ചെയിനാണ്. ഓക്കെ, അപ്പൊ 375 പ്ലസ് 12 ചെയിനേജ് എന്ന് പറഞ്ഞാൽ 375 ചെയിൻ പ്ലസ് 12 ലിങ്ക്. ഓക്കെ, 375 ചെയിൻസും 12 ലിങ്ക്സും. ഓക്കെ, അതിനെയാണ് 375 പ്ലസ് 12 ചെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? മീറ്ററിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 375 ഇൻറ്റു എത്ര ചെയ്യണം? ഒരു മീറ്റർ, ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. ഓക്കെ, 375 ചെയിൻസ് ആണ് അവിടെ എടുത്തേക്കുന്നത്. അതായത് 375 ഇൻറ്റു 20 പ്ലസ് 12 ഇൻറ്റു ഒരു ലിങ്കിന്റെ ഡിസ്റ്റൻസ്. ഒരു ലിങ്ക് എത്രയാണ്? ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 20 മീറ്റർ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. സോ 0.2 മീറ്റർ. സോ എത്രയാണ്? 12 ഇൻറ്റു 0.2. അപ്പോൾ 375 ഇൻറ്റു 20 പ്ലസ് 12 ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മീറ്ററിൽ ചെയിനേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതുപോലെ ചെയിൻസ് പ്ലസ് ലിങ്ക്സ് ആ രീതിയിൽ വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? T1i T2i എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ്. ആ പോയിന്റിന്റെ ചെയിനേജ്, ഓക്കെ, മീറ്റർ പൊസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് സ്ട്രേറ്റ് ലൈൻസും ജോയിൻ ചെയ്യുമ്പോൾ, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനും തന്നിട്ടുണ്ട് 110 ഡിഗ്രി. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 400 മീറ്റർ റേഡിയസ് വരുന്ന, ഓക്കെ, 400 മീറ്റർ റേഡിയസ് വരുന്ന സർക്കുലർ കർവിന്റെ ടാൻജന്റ് പോയിന്റ്സിന്റെ ചെയിനേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ രണ്ട് സ്ട്രേറ്റ് ലൈനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർക്കുലർ കർവാണ് 400 മീറ്റർ റേഡിയസ് എന്ന് പറയുന്നത്, അല്ലെ? 400 മീറ്റർ റേഡിയസിന്റെ ഒരു സർക്കുലർ കർവ് അതിന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടാൻജന്റ് പോയിന്റ്സിന്റെ ചെയിനേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഒരു ഫിഗറിന്റെ ബേസിൽ നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? T1i T2i രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ് I എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് തന്നിട്ടുള്ളത് 110 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ I എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് ആണ് അവിടെ തന്നിരുന്നത്. എത്രയാണ്? 375 പ്ലസ് 12 ചെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് ആണ്. അപ്പോൾ അത് ഏതെങ്കിലും എന്താണ് ചെയിൻ എടുക്കുന്ന, എന്താണ് ചെയിനിന്റെ മെഷർമെന്റ് എടുക്കുന്നതാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും, അല്ലേ? ഏതെങ്കിലും ഒരു റെഫറൻസ് ഫിക്സഡ് പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് I എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് നമുക്ക് കിട്ടിയത്. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കുക. ഈ ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റ് മുതൽ ആ പോയിന്റ് എന്നാണ് നമുക്ക് എന്താ P എന്ന് കൊടുക്കുക. ആ P എന്ന് പറയുന്ന പോയിന്റ് മുതൽ I എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ്, ഓക്കെ, ഡിസ്റ്റൻസ് ആണ് എന്ത്? 375 പ്ലസ് 12 ചെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താണ്? 400 മീറ്റർ റേഡിയസ് വരുന്ന ഒരു കർവ്. ഓക്കെ, അതാണ് ഫിഗറിൽ കൊടുത്തേക്കുന്നത്. റേഡിയസ് 400 ആണ്. ഓക്കെ,
ആ കർവിന്റെ ടാൻജന്റ് പോയിന്റ്സ് T1 T2. ഓക്കെ, T1 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് കർവേച്ചർ. ഓക്കെ, T2 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടാൻജൻസി. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിന്റെയും ചെയിനേജ് കണ്ടുപിടിക്കുക. ഓക്കെ, T1ന്റെ ചെയിനേജ് കണ്ടുപിടിക്കുക, T2ന്റെയും ചെയിനേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫിഗറിൽ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് ഈ P എന്ന് പറയുന്ന റെഫറൻസ് പോയിന്റ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തേക്കുന്നതാണ്. ഓക്കെ, അതങ്ങ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു P എന്ന് പറയുന്ന പോയിന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് P എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് മുതൽ I വരെയുള്ള ഡിസ്റ്റൻസ് ചെയിനേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് T1 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ ആണ്, ചെയിനേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? T1I നമുക്ക് അറിയാമെങ്കിൽ ആ ഐയുടെ ചെയിനേജിൽ നിന്ന് ആ T1I ലെങ്ത് മൈനസ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് ഇവിടെ മുതൽ ഈ I വരെ അറിയാം. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ T1I കിട്ടുകയാണെങ്കിൽ അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ നേരത്ത് T1 എന്ന് പറയുന്ന ടാൻജന്റ് പോയിന്റ്, അതായത് PC. ഓക്കെ, PC എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് കിട്ടും. ഓക്കെ, T1I എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് ലെങ്ത് ആണ് അല്ലെ? ടാൻജന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് T1I കിട്ടും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് T1ന്റെ ചെയിനേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? T2ന്റെ ചെയിനേജ് ആണ്. T1 എന്ന് പറയുന്ന പോയിന്റ്, അതായത് PC പോയിന്റ് ഓഫ് കർവിന്റെ ചെയിനേജ് അറിയാമെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു ലെങ്ത് ആഡ് ചെയ്താൽ, ഓക്കെ, ഈ ഒരു ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ T2ന്റെ ചെയിനേജ് കിട്ടും. ഓക്കെ, T2ന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ലെങ്ത്, അതായത് T1 മുതൽ T2 വരെയുള്ള ലെങ്ത് എന്താണ്? ലെങ്ത് ഓഫ് കർവ് ആണ് അല്ലെ? അതായത് T1ന്റെ ചെയിനേജിന്റെ കൂടെ ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്താൽ T2ന്റെ ചെയിനേജ് കിട്ടും. ഓക്കെ, അപ്പൊ T1ന്റെയും T2ന്റെയും ചെയിനേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ചെയിനേജ് ഓഫ് I എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് ആണ് നമ്മൾ നോക്കുന്നത്. എത്രയാണ്? 375 + 12 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതായത് 375 ചെയിൻസ്, 12 ലിങ്ക്, അതായത് 375 × 20 പ്ലസ് 12 × 0.2 ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചെയിനേജ് ഇൻ മീറ്ററിൽ കിട്ടും. നമുക്ക് കിട്ടുന്ന എത്രയാണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് 7502.4 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, I എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ 7502.4 എന്ന്. ഓക്കെ, റിഫ്ലക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട് ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ 110 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ടാൻജന്റ് ലെങ്ത്. ഓക്കെ, ടാൻജന്റ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? R tan delta/2 അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. ടാൻജന്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു R tan delta/2. ഡെൽറ്റ എത്രയാണ്? 110 ഡിഗ്രി. സോ R tan 110 ഡിഗ്രി ബൈ 2 നമുക്ക് എത്ര കിട്ടും? R അറിയാം, റേഡിയസ് തന്നിട്ടുണ്ട് 400 മീറ്റർ. അപ്പോൾ ടാൻജന്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 571.26 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ലെങ്ത് ഓഫ് കർവ്. ലെങ്ത് ഓഫ് കർവിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? πr ഡെൽറ്റ ബൈ 180 ഡിഗ്രി. ഓക്കെ, പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 400 ഇൻറ്റു ഡെൽറ്റ 110 ഡിഗ്രി ഡിവൈഡ് ബൈ 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ലെങ്ത് ഓഫ് കർവ് 767.94 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ലെങ്ത് ഓഫ് കർവും ടാൻജന്റ് ലെങ്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? നമ്മൾ I എന്ന് പറയുന്ന പോയിന്റ്, I എന്ന് പറയുന്ന പോയിന്റിന് എന്ത് പറയാം? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് നമുക്കറിയാം, എത്രയാണ്? 7502.4 മീറ്റർ. ഓക്കെ, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അതിൽ നിന്ന്
T1i അതായത് ടാൻജന്റ് ലെങ്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി സി എന്ന് പറയുന്ന ഈ പോയിന്റ് ഓഫ് കർവിന്റെ ചെയിനേജ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? 7502 നിന്ന് ടാൻജന്റ് ലെങ്ത് ആയിട്ടുള്ള 571.26 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്രയാണ്? 6931.14 മീറ്റർ. അതാണ് ചെയിനേജ് ഓഫ് പി സി എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചെയിനേജ് ഓഫ് പി സി കിട്ടിയാൽ അതിന്റെ കൂടെ ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് T2ന്റെ അല്ലെങ്കിൽ പി ടി പോയിന്റ് ഓഫ് ടാൻജൻസിയുടെ ചെയിനേജ് കിട്ടുന്നു. സോ അതിന്റെ കൂടെ ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്യുമ്പോൾ 767.94 ആണ് നമ്മുടെ ലെങ്ത് ഓഫ് കർവ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയിനേജ് ഓഫ് പി ടി 7699.08 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ചെയിനേജ് ഓഫ് പി സി ആൻഡ് ചെയിനേജ് ഓഫ് പി ടി ആണ്. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസും എന്താണ്? ഇൻ ടേംസ് ഓഫ് ചെയിൻസ് ആൻഡ് ലിങ്ക്സ് ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 346 പ്ലസ് 55.7 ചെയിനേജ് ആണ്. ഓക്കെ, പി സിക്ക് വരുന്നത് 384 പ്ലസ് 95.4 ചെയിനേജ് ആണ് പി ടിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ ആണെന്ന് ഡൗട്ട് ഉണ്ടോ? അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ആദ്യ ഫസ്റ്റ് വാല്യൂ നോക്കാം, 6931.14. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 20ന്റെ ഫാക്ടേഴ്സ് എന്തുമാത്രം 20 അതിലുണ്ടെന്ന് നമുക്ക്. ഓക്കെ, അപ്പൊ അത്രയും ചെയിൻസ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കി വരുന്നത് റിമൈനിങ് വരുന്നത് എന്തുമാത്രം 0.2 വരുന്നുണ്ടോ നോക്കുക. അത്രയും ലിങ്ക്സ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. അതായത് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതൊരു പാർട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയിനേജ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ എന്താണ്? ചെയിനേജ് ഓഫ് പി സി ആൻഡ് ചെയിനേജ് ഓഫ് പി ടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, next question. Two straights AI and BI meet at a chainage of 3450 meter. A right-handed simple circular curve of 250 meter radius joins them. The deflection angle between the two straights is 50 degree. Tabulate the necessary data to lay out the curve by Rankine's method of deflection angles. Take the chord interval as 20 meter. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ടു സ്ട്രെയിറ്റ്സ്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് AI and BI meet at a chainage of 3450 meter. ഓക്കെ, തൊട്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ AI BI എന്ന് പറയുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിന്റെ ചെയിനേജ് പറയുന്നുണ്ട് 3450 മീറ്റർ. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് മീറ്റർ തന്നേക്കുന്നു. A right-handed circular curve of 250 meter radius joins them. ഓക്കെ, ഇതിന്റെ കൂടെ എന്താണ്? ഒരു 250 മീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കുലർ കർവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്ട്രെയിറ്റ്സിനും ഇൻ ബിറ്റ്വീൻ വരുന്ന ഇന്റർസെക്ഷനിൽ വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ പറയുന്നുണ്ട് 50 ഡിഗ്രി. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാബുലേറ്റ് ദ നെസസറി ഡാറ്റ ടു ലേ ഔട്ട് ദ കർവ് ബൈ റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് യൂസ് ചെയ്തിട്ട് ആ കർവ് ലേ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ഡേറ്റാസ് ആണ് നമുക്ക് വേണ്ടത്, ആ ഡേറ്റാസ് എല്ലാം കണ്ടുപിടിക്കും. ഓക്കെ, കോഡ് ഇന്റർവൽ തന്നിട്ടുണ്ട് 20 മീറ്റർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ്? റാങ്കിൻസ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡാണ് അല്ലെ, ആംഗുലർ മെത്തേഡിൽ ആദ്യം പഠിച്ചതാണ് റാങ്കിൻസ് മെത്തേഡ്. ഓക്കെ, റാങ്കിൻസ് മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് ഓഫ് കർവ്. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു ആംഗിളും എടുക്കുന്നുണ്ട്, ഒരു ലെങ്തും എടുക്കുന്നുണ്ട് അല്ലെ. നമുക്ക് കോഡ് ലെങ്തും വേണം, ആംഗിളും വേണം.
റിഫ്ലക്ഷൻ ആംഗിളും വേണം. അതിൻ്റെ രണ്ടിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കർവിനെ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ എന്താണ്, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് പറയുന്നുണ്ട്, എ ഐ ആൻഡ് ബി ഐ. അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഐ. ഐ എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ആർബിട്രറി പോയിന്റിൽ നിന്നായിരിക്കും, ഓക്കെ, ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നായിരിക്കും അതിന്റെ ലെങ്ത് മെഷർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇതുപോലൊരു പോയിന്റ് തൊട്ട് മുന്നേ പി എന്ന് പറഞ്ഞ പോലെ ഇവിടെയും പി എന്ന് പറയാം. ആ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും ചെയിനേജ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ പി മുതൽ ഐ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ പറയുന്നത്, 3450 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പി ഐ എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് എത്രയാണ്, 3450. ഓക്കെ, റേഡിയസ് തരുന്നുണ്ട് അല്ലേ, റേഡിയസ് 250 മീറ്റർ ആണെന്നും പറയുന്നു. അപ്പോൾ ഇത്ര ഡേറ്റാസ് മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ, ആ ഇന്റർസെക്ഷനിൽ വരുന്ന ആംഗിൾ തരുന്നുണ്ട്, എത്രയാണ്, 50 ഡിഗ്രി. 50 ഡിഗ്രി പറയുന്നുണ്ട്. ഐ എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് പറയുന്നുണ്ട്. നമ്മുടെ സർക്കിളിന്റെ, ഓക്കെ, സർക്കുലർ കർവിന്റെ റേഡിയസും പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ വരുന്ന ഒരു കർവാണ്. ഓക്കെ, ഒരു കർവാണ് ഇവിടെ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് വേണം, യൂസിങ് റാങ്കിൻസ് മെത്തേഡ്. റാങ്കിൻസ് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മളവിടെ സെറ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് ആണ് വേണ്ടത്, അത് ടാബുലേറ്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, എ ബി എന്ന് പറയുന്ന പോയിന്റ് എന്തൊക്കെയാണ്, എ എന്ന് പറഞ്ഞാൽ ടാൻജന്റ് പോയിന്റ് ആണ് അല്ലേ, പി സി, പോയിന്റ് ഓഫ് കർവേച്ചർ പി സി, അല്ലെങ്കിൽ T1 എന്ന് നമുക്ക് പറയാം. ബി എന്ന് പറയുന്നത് T2 പോയിന്റ് ആണ്, അതായത് PT, പോയിന്റ് ഓഫ് ടാൻജൻസി, T1 ആൻഡ് T2. ഓക്കെ, T1 T2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഐ എന്ന് കൊടുത്ത് നമുക്ക് T1 T2 എന്ന് റെപ്രസെന്റ് ചെയ്താലും പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പോൾ T1 T2 എന്ന് പറയുന്ന പോയിന്റ് തന്നെയായിരിക്കും പോയിന്റ് ഓഫ് കർവേച്ചർ ആൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഐയുടെ ചെയിനേജ് തന്നിട്ടുണ്ട്, പി സി ആൻഡ് പി ടി ഈ രണ്ട് പോയിന്റിന്റെയും ചെയിനേജ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ടാൻജന്റ് ലെങ്ത് വേണം. ഓക്കെ, ടാൻജന്റ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര കിട്ടി, ആർ എന്ന് പറഞ്ഞാൽ 250 മീറ്റർ ആണ് റേഡിയസ്, ഡെൽറ്റ 50 ഡിഗ്രിയാണ്. സോ നമുക്ക് ടാൻജന്റ് ലെങ്ത് എത്ര കിട്ടും, 116.58 മീറ്റർ എന്ന്. ലെങ്ത് ഓഫ് കർവ് ആർ ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു പൈ ബൈ 180 ഡിഗ്രി ഇക്വേഷനുകൾ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ലെങ്ത് ഓഫ് കർവ് 218.17 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് തൊട്ട് മുന്നേ ചെയ്തതുപോലെ എന്താണ്, ഐയുടെ ചെയിനേജിൽ നിന്ന് ടാൻജന്റ് ലെങ്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി സിയുടെ ചെയിനേജ് കിട്ടും. ഓക്കെ, പി സിയുടെ ചെയിനേജിന്റെ കൂടെ എന്ത് ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്യാൻ നേരത്ത് പി ടിയുടെ ചെയിനേജ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് പോയിന്റിന്റെയും T1 ആൻഡ് T2 പോയിന്റിന്റെയും, ഓക്കെ, T1 എന്ന് പറയുന്നത് നമ്മുടെ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, T2 എന്ന് പറയുന്നത് എൻഡിങ് പോയിന്റ്, ഈ രണ്ട് പോയിന്റിന്റെയും ചെയിനേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇനിയാണ് നമ്മൾ റാങ്കിൻസ് മെത്തേഡിനെ കുറിച്ച് നോക്കുന്നത്. അപ്പൊ നമുക്ക് T1 T2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ T1 T2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിന്റെ ചെയിനേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, റാങ്കിൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ സർക്കുലർ കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നതിന് ഏതൊക്കെ ഡേറ്റാസ് വേണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ റാങ്കിൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കർവ് സെറ്റ് ചെയ്തപ്പോൾ ഏതൊക്കെ ഡേറ്റയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, Δ1, ക്യാപിറ്റൽ Δ1 ആൻഡ് കോഡ് ലെങ്ത്. ഓക്കെ, T1A നമ്മൾ അന്ന് റെപ്രസെന്റ് ചെയ്തത് C1 എന്നാണ്. ഓക്കെ, ഫസ്റ്റ് കോഡ് ലെങ്ത് C1 കറസ്പോണ്ടിങ് ക്യാപിറ്റൽ Δ1. ഓക്കെ,
രണ്ടാമത്തെ കോഡിന്റെ എന്താണ് വരുന്നത്? C2 ആണ് കോഡ് ലെങ്ത്. അതിന്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ Δ2. ഓക്കെ. മൂന്നാമത്തെ കോഡ് വരുമ്പോൾ എന്താണ്? C3 ആണ് കോഡ് ലെങ്ത്. അവിടെ കൺസിഡർ ചെയ്യുന്നത് ക്യാപിറ്റൽ Δ3 അല്ലേ? അപ്പോൾ ഓരോ കോഡ് ലെങ്തും അതിന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഡെൽറ്റ ആൻഡ് സി, ഈ രണ്ട് വാല്യൂസും എന്താണ്? ഓരോ കോഡ് ലെങ്തിനും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, സ്മോൾ Δ1 എന്താണ്? ഡിഫ്ലക്ഷൻ ആംഗിൾസ് അല്ലെ. ക്യാപിറ്റൽ Δ1 എന്ന് പറഞ്ഞാൽ ഓരോ ഡിഫ്ലക്ഷൻ ആംഗിൾസും ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ക്യാപിറ്റൽ Δ2 എന്ന് എന്തൊക്കെയാണ്? സ്മോൾ Δ1 പ്ലസ് സ്മോൾ Δ2. ക്യാപിറ്റൽ Δ3 എന്ന് പറഞ്ഞാൽ സ്മോൾ Δ1 പ്ലസ് സ്മോൾ Δ2 പ്ലസ് സ്മോൾ Δ3. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ ഡെൽറ്റാസ് വാല്യൂ, ഡെൽറ്റയുടെ വാല്യൂടെയും എന്താ ഡെൽറ്റാസിന്റെ വാല്യൂ വേണം, അതുപോലെ തന്നെ കോഡ് ലെങ്തും വേണം. ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ എന്ത് മാത്രം കോഡ്സ് വരുന്നുണ്ട് നോക്കുക. ഓക്കെ, ഈ ഫിഗറിൽ ഇപ്പോൾ എത്രയാണ്? 1 2 3 കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എന്ത് മാത്രം കോഡ്സ് നമ്മുടെ ആ ഒരു കർവിൽ വരുന്നുണ്ട്, ആ കർവ് പോർഷനിൽ വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ PC എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ, നമ്മുടെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് PC എന്ന് പറയുന്ന പോയിന്റ്. ആ PC എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3333.42 ആണ് PC എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ലെങ്ത് ഓഫ് കോഡ്സ്. കോഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് 20ന്റെ ഇന്റർവെൽസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ 20 ഇന്റർവെൽസിലായിരിക്കും കോഡ് വരുന്നത്. അപ്പൊ 3331.42 എന്ന് പറയുന്നത് 20ന്റെ എന്താ? 20ന്റെ ഇന്റർവെൽ, 20ന്റെ ഒരു ഫാക്ടർ അല്ല, മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് T1 എന്ന് പറയുന്ന പോയിന്റ് ആണ് 3331 സംതിങ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോഡ് വരുമ്പോൾ എന്താണ്? അത് 20ന്റെ മൾട്ടിപ്പിൾസ് ആവണം. അപ്പോ 3333.42 ശേഷം വരുന്ന 20ന്റെ മൾട്ടിപ്പിൾ നോക്കുക. ഏതാണ്? 3340 ആണ്. ഓക്കെ, അപ്പൊ 3340 ആണ് 3331 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന 20ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോഡ്, ഓക്കെ, ഫസ്റ്റ് കോഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ 3340 മൈനസ് T1 എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് കോഡ്, ഓക്കെ, C1. ഓക്കെ, ഫസ്റ്റ് കോഡ് C1 നമുക്ക് 6.58 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നോർമൽ കോഡ് 20 മീറ്റർ ലെങ്ത് ആണ് അല്ലെ. അതിന് നോർമൽ കോഡിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ കോഡ്സിനും നമ്മൾ എന്താണ്? സബ് കോഡ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡെഫിനിഷൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ്. നോർമൽ കോഡിനേക്കാളും കുറവ് വരുന്ന എല്ലാ കോഡ്സും സബ് കോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ C1 എന്ന് പറഞ്ഞാൽ 6.58 മീറ്റർ, അതായത് ആദ്യത്തെ കോഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 6.58 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ കോഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.58 മീറ്റർ. ഓക്കെ, ബാക്കി വരുന്ന എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ കോഡും എത്രയാണ്? 20 ആണ് അല്ലെ. നെക്സ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 20, നെക്സ്റ്റ് 20, അങ്ങനെ 20ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോഡ് കണ്ടുപിടിക്കുന്നത് എന്താണ്? 20ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, അതിൽ കോഡ് ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കോഡ് ഇന്റർവെൽ 20 തന്നത് കൊണ്ടാണ് നമ്മൾ 20ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എടുത്തത്. അപ്പൊ 3340 നിന്ന് T1 എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് മൈനസ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് സബ് കോഡിന്റെ ലെങ്ത് കിട്ടുകയാണ്, C1 കിട്ടുകയാണ് 6.58. ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം 20ന്റെ മൾട്ടിപ്പിൾസ് അല്ല, 20 ആണ് അല്ലെ. 20 ഇന്റർവെൽസ് ആണ് വരുന്നത്. അങ്ങോട്ട് വരുന്ന എല്ലാ കോഡ്സും 20 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കണം. ഓക്കെ, T2 എന്ന് പറയുന്ന ലാസ്റ്റ് പോയിന്റ്, അത് 20ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നോക്കാം, T2 എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് എത്രയാണ്?
3551.59. ഓക്കെ, അത് 20ന്റെ മൾട്ടിപ്പിൾ ആകുന്നില്ല. അപ്പോൾ ഈ വാല്യൂവിനേക്കാളും ചെറുതായിട്ടുള്ള തൊട്ടടുത്തുള്ള 20ന്റെ മൾട്ടിപ്പിൾ ഏതെന്ന് നോക്കുക. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 3540. ഓക്കെ, 3551.9ന്റെ തൊട്ട് ചെറുതായിട്ടുള്ള 20ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3540. ഓക്കെ, അപ്പോൾ 3540 നമ്മുടെ ചെയിനേജ് ഓഫ് T2 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വരുന്ന സബ് കോഡ് എന്ന് പറഞ്ഞാൽ 11.59 മീറ്റർ ആണ്. ഓക്കെ, അതായത് ആദ്യം വരുന്നത് സബ് കോഡാണ്, അവസാനം വരുന്നതും സബ് കോഡാണ്. ഓക്കെ, അതായത് നമ്മുടെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, കർവ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നമുക്ക് 6.58ന്റെ ഒരു സബ് കോഡ് വരുന്നുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം 20 മീറ്റർ വരുന്ന കോഡ്സ് ആണ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എന്താണ്, അവിടെ 20 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഒരു സബ് കോഡാണ് വരുന്നത് അല്ലേ. അത് കണ്ടുപിടിക്കുന്നതിനാണ് ബി, അതായത് T2 എന്ന് പറയുന്ന പോയിന്റിന്റെ ചെയിനേജ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 20ന്റെ മൾട്ടിപ്പിൾസ് തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ ഏത് നോക്കുകയാണ്. അപ്പോൾ ആ ചെയിനേജിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യാൻ നേരത്ത്, ആ 20ന്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് സബ് കോഡിന്റെ ലെങ്ത് കിട്ടും. അങ്ങനെ കിട്ടിയതാണ് നമുക്ക് എത്രയാണ്? 11.59 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് 3340, 3540. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 200. അതായത് ഫസ്റ്റ് സബ് കോഡും ലാസ്റ്റ് സബ് കോഡിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ആണ്. ഓക്കെ, ഈ പോയിന്റ് ആയിരിക്കും എന്താ 3440 എന്ന് പറയുന്നത്. ഓക്കെ, സബ് കോഡിന്റെ ലാസ്റ്റ് സബ് കോഡിലെ എൻഡ് പോയിന്റ് ആയിരിക്കും 3540. ഈ രണ്ട് പോയിന്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് 200 മീറ്റർ വരുന്നുണ്ട്. അപ്പോൾ 200 മീറ്ററിലായിട്ട് ടോട്ടൽ 10 കോഡ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, 10 നോർമൽ കോഡ്, 20 മീറ്ററിന്റെ 10 കോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്ര കോഡ്സ് ആണ് വരുന്നത്? ഇൻ ബിറ്റ്വീൻ 10 കോഡ് വരുന്നുണ്ട്, രണ്ട് എൻഡിലായിട്ട് ഓരോരോ സബ് കോഡ്സും വരുന്നു. അപ്പൊ ടോട്ടൽ എത്ര കോഡ് വരുന്നുണ്ട്? ടോട്ടൽ 12 കോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C1, C2, C3 അപ് ടു C12 വരെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ C1ന്റെ വാല്യൂ കിട്ടി 6.58 മീറ്റർ. C12ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്, എത്രയാണ്? 11.59 മീറ്റർ. ഓക്കെ, C1 ആയിട്ടുണ്ട്, C12 ആയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ വരുന്നത് C2 മുതൽ C11 വരെ എല്ലാ കോഡ് ലെങ്തും എന്താണ്? 20 ആണ്. ഓക്കെ, C2 മുതൽ C1 വരെ എന്താണ്? 10 കോഡ്സ് ഉണ്ട്. സോ 20 × 10 ചെയ്യുന്ന നേരത്ത് നമുക്ക് 200 മീറ്റർ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് C1 കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ വാല്യൂസും C2 മുതൽ C11 വരെ 20 ആണ് ഓരോ കോഡ്സും. C12 വരുന്നത് 11.59 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഓരോ കോഡ് ലെങ്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. നോക്കാം. ഫസ്റ്റ് കോഡ് C1ന് കറസ്പോണ്ടിങ് വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ Δ1 ആണ് അല്ലെ. സ്മോൾ Δ1 ഈസ് ഈക്വൽ ടു 1719 × C1/R. ഈക്വേഷൻ നമുക്കറിയാം അല്ലെ. 1719 × C1/R. R എന്ന് പറഞ്ഞാൽ റേഡിയസ്, C1 നമുക്കറിയാം ഫസ്റ്റ് കോഡിന്റെ ലെങ്ത് 6.58. അപ്പൊ 6.58 മീറ്റർ ലെങ്ത് വരുന്ന കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് കിട്ടും. എത്ര കിട്ടും? 45 മിനിറ്റ് 15 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് കോഡ് നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് കോഡിൽ Δ1, സ്മോൾ Δ1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Δ1 അല്ലേ, നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് Δ2 ആണ്. അപ്പൊ Δ2 വരാൻ നേരത്തെ എന്താണ് ഇക്വേഷൻ വരുന്നത്? 1719 × C2/R. C2 വാല്യൂ എത്രയാണ്? 20 അല്ലെ. C2ന്റെ വാല്യൂ രണ്ടാമത്തെ കോഡാണ്, ലെങ്ത് 20 ആണ്. സോ 1719 × 20/250 ചെയ്യാൻ നേരത്തെ നമുക്ക് എത്ര കിട്ടും? 2 ഡിഗ്രി 17 മിനിറ്റ് 31 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ തന്നെയായിരിക്കും, ഈ Δ2 കിട്ടിയേക്കുന്ന ഈ വാല്യൂ തന്നെയായിരിക്കും എന്ത്? 2 മുതൽ 11ാമത്തെ കോഡ് വരെയും ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഓക്കെ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അപ് ടു 11ാമത്തെ കോഡ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ കോഡിലും വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി 17 മിനിറ്റ് 31 സെക്കൻഡ്സ് എന്നായിരിക്കും.
ഓക്കെ, കാരണം എന്താണ്, 2 മുതൽ 11 വരെ കോഡ്സിന്റെ എല്ലാം ലെങ്ത് സെയിം ആണ്, 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഡെൽറ്റ 2 നമുക്ക് വേണ്ടതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പൊ സ്മോൾ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ക്യാപിറ്റൽ ഡെൽറ്റ 2 ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ 2 അല്ലെ. ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ 1 സ്മോൾ ഡെൽറ്റ 1 ഡെൽറ്റ 2 ആഡ് ചെയ്യുന്നതാണ്. അതിന് പകരം എന്താണ്, ക്യാപിറ്റൽ ഡെൽറ്റ 1ന്റെ കൂടെ സ്മോൾ ഡെൽറ്റ 2 ആഡ് ചെയ്താലും മതിയാവും അല്ലേ. അപ്പോൾ ആ 45 മിനിറ്റ് 15 സെക്കൻഡ്സിന്റെ കൂടെ ഡെൽറ്റ 2 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഡെൽറ്റ 2 കിട്ടും. ഓക്കെ, ഇനി ഡെൽറ്റ 3 കണ്ടുപിടിക്കാൻ എന്താണ്, ഈ ഡെൽറ്റ 2വിന്റെ കൂടെ ഡെൽറ്റ 3 ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡെൽറ്റ 3യും സെയിം വാല്യൂ ആണ് വരുന്നത്, 2 ഡിഗ്രി 17 മിനിറ്റ് 31 സെക്കൻഡ്സ്. അപ്പോൾ ഡെൽറ്റ 3 പ്ലസ് ക്യാപിറ്റൽ ഡെൽറ്റ 2 ചെയ്യാൻ നേരത്ത് നമുക്ക് ക്യാപിറ്റൽ ഡെൽറ്റ 3 കിട്ടും. ഓക്കെ, ഇതുപോലെ ഓരോ ഡിഫ്ലക്ഷൻ ആംഗിൾസും കണ്ടുപിടിക്കും. ഡെൽറ്റ 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്മോൾ ഡെൽറ്റ 4 പ്ലസ് ക്യാപിറ്റൽ ഡെൽറ്റ 3. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റ്സിന്റെയും ഓരോ കോഡിന്റെയും ഡിഫ്ലക്ഷൻ ആംഗിൾസ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡെൽറ്റ 11 ക്യാപിറ്റൽ ഡെൽറ്റ 11 ഈസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ 11 പ്ലസ് ക്യാപിറ്റൽ ഡെൽറ്റ 10 നമുക്ക് എന്ത് കിട്ടും, 23 ഡിഗ്രി 40 മിനിറ്റ് 25 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ഓരോന്നും കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ നമുക്കിനി ലാസ്റ്റ് നോക്കേണ്ടതാണ് ഡെൽറ്റ 12 ആണ് അല്ലെ. ഡെൽറ്റ 12ന്റെ അതായത് 12th കോഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. 12th കോഡിന്റെ ലെങ്ത് എത്രയാണ്, 20 മീറ്റർ അല്ല അല്ലെ, 11.59 ആണ് വരുന്നത്. അപ്പൊ ഡെൽറ്റ 2 സ്മോൾ ഡെൽറ്റ 12 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സ്മോൾ ഡെൽറ്റ 12 എന്ന് പറഞ്ഞാൽ 1719 ഇൻറ്റു 11.59 ഡിവൈഡ് ബൈ 250. അപ്പോൾ 12ാമത്തെ കോഡിന് കറസ്പോണ്ടിങ് വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ, അത് ഡെൽറ്റ 11ന്റെ കൂടെ അല്ലെ, ക്യാപിറ്റൽ ഡെൽറ്റ 11ന്റെ കൂടെ ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ഡെൽറ്റ 12 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 25 ഡിഗ്രി 7 സെക്കൻഡ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് അപ്രോക്സിമേറ്റ്ലി 25 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ C1 വാല്യൂസും C1 C2 C3 അങ്ങനെ ഓരോ C വാല്യൂസും കോഡിന്റെ ലെങ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് വരുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് വേണ്ടുന്ന ഒരു ചെക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക, അല്ല കണ്ടുപിടിച്ച ഡിഫ്ലക്ഷൻ ആംഗിൾസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ദ സർക്കുലർ കർവ്. ഓക്കെ, അതായത് നമ്മൾ കണ്ടുപിടിച്ച എല്ലാ ഡിഫ്ലക്ഷൻ ആംഗിൾസും, അതായത് സ്മോൾ ഡെൽറ്റ 1 പ്ലസ് സ്മോൾ ഡെൽറ്റ 2 അപ് ടു സ്മോൾ ഡെൽറ്റ 12 അല്ലെ, അങ്ങനെ കണ്ടുപിടിച്ച എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ അതിന്റെ പകുതിയായിരിക്കും എന്നാണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ ഡിഫ്ലക്ഷൻ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 25 ഡിഗ്രി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ക്യാപിറ്റൽ ഡെൽറ്റ നമ്മുടെ ഇന്റർസെക്ഷനിൽ വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ അതിന്റെ പകുതിയായിരിക്കും അല്ലെ. നമുക്ക് കറക്റ്റ് പകുതിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 50ന്റെ പകുതിയായിട്ട് 25 ഡിഗ്രി ആയിട്ടാണ് ഡെൽറ്റ 12 ലാസ്റ്റ് വന്ന കോഡിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റാങ്കിൻസ് മെത്തേഡ് യൂസ് ചെയ്ത് സെറ്റിംഗ് ഔട്ട് ചെയ്യുമ്പോൾ വേണ്ട ഡേറ്റാസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ കോഡ് ലെങ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഓക്കെ, ഇത് ഓരോന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ട് ടാബുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഒരു ചെക്ക് ഉണ്ട്, ഇതും കൂടെ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.